ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്രഞ്ചി സ്വീറ്റ് സ്നാക്സ് ആണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കിടിലൻ സ്നാക്സ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം. ഡബിൾ ബോയിലർ രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതൊരു 80 ഗ്രാം ചോക്ലേറ്റ് ഉണ്ട്. ഇതൊന്ന് ഉരുകി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് തിക്കാകും. അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇത് ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് മറ്റേ സൈഡ് കൊണ്ട് കവർ ചെയ്ത് ഇതൊന്ന് ഷീറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ചീസിൻ്റെ ഒക്കെ ഒരു സ്ലൈസ് പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായി കട്ട് ചെയ്യാം. ഇത് ഓരോന്നും ഓരോ പീസ് ബ്രെഡിന് മുകളിലേക്ക് വെച്ചു കൊടുക്കണം. എഡ്ജസ്റ്റിൽ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മുകളിൽ തന്നെ വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൽ ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ജാം ആണ്. ഇനി ഇതിങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് ഡിപ്പ് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ട കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ഇത് ഡിപ്പ് ചെയ്യാൻ സൗകര്യത്തിന് ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കോൺഫ്ലേക്സ് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഇനി തയ്യാറാക്കി വെച്ച ബ്രെഡ് ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇതിനി കോൺഫ്ലേക്സ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് 2 സൈഡും മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രഞ്ചി സ്വീറ്റ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.